മറ്റൊരു വാർത്തയുള്ളത് മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കെജ്രിവാളിന്റെ ഹർജി. തനിക്കെതിരായി CBI നടപടി നിയമവിരുദ്ധം എന്നാണ് കെജ്രിവാളിന്റെ വാദം. ഇയാർ തന്നെയാണ് ചേരുന്നത്. രാകേഷ്, ഒരുപക്ഷെ ഇതിൽ ജാമ്യം ലഭിച്ചാൽ തീർച്ചയായും കെജ്രിവാളിന് കൂടുതൽ സ്വതന്ത്രനാകാൻ സാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? നിലവിൽ അഭിലാഷ്, അരവിന്ദ് കെജ്രിവാളിന് ED കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചതാണ്. പക്ഷേ CBIയും സമാനമായ കേസുള്ളതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും തിഹാർ ജയിലിൽ കഴിയുന്നത്. കഴിഞ്ഞ 13-ാം തീയതി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീം കോടതി വന്നെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തൊരു അനുകൂലമായ തീരുമാനമുണ്ടായില്ല. കാരണം തൽക്കാലം പരിഗണിക്കുന്നില്ല. പകരം CBIക്ക് ഒരു നോട്ടീസ് നൽകുകയാണ് സുപ്രീം കോടതി ചെയ്തത്. തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഏതായാലും പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ വാദം CBI നടപടി അത് നിയമപരമല്ല, തെറ്റായ കേസിൽ വ്യാജ ആരോപണങ്ങൾ ചുമത്തിക്കൊണ്ട് കെജ്രിവാളിനെ വേട്ടയാടുകയാണ് എന്ന വാദമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും CBI ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകാനുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കുമെന്ന് CBI വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ദിനത്തെ കാണുന്നത്. ഇന്ന് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കും. കാരണം ED കേസിൽ സമാനമായ രീതിയിൽ നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചാണ്. അപ്പോൾ ഇന്നത്തെ സുപ്രീം കോടതി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ഒരു ക്യാമ്പയിൻ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. കെജ്രിവാൾ ആയെങ്കിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിനിലേക്ക് ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത വർഷം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ കെജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രഖ്യാപനത്തിലേക്കും ഇപ്പോൾ ആം ആദ്മി പാർട്ടി കടന്നിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിൽ ആണ് ഇന്ന് കൂടുതൽ അപ്ഡേഷനുകൾക്ക് സാധ്യത. ആ രണ്ട് വാർത്തകൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതോടൊപ്പം